പ്രശ്നങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. സോപ്പ് വേണ്ട, സോപ്പ് പൊടി വേണ്ട, ഡിഷ് വാഷ് വേണ്ട, ഒന്നും വേണ്ട, കൈ പൊട്ടത്തുമില്ല. അങ്ങനെയാന്ന് കണ്ടു നോക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്പുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ കുറച്ച് ഉണക്കമീനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഉണക്കമീനൊക്കെ നമ്മൾ കഴുകി കഴിയുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും. ഉണക്കമീൻ മാത്രമല്ല, മത്തി, പച്ചമീനൊക്കെ വെട്ടുമ്പോൾ ഈ ഒരു സ്മെല്ലായിരിക്കും. പ്രത്യേകിച്ച് ഉണക്കമീൻ വെട്ടിക്കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലേ. നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ പോലും ആ ഒരു സ്മെല്ല് കയ്യിൽ നിന്ന് പോകില്ല. അതിനായിട്ട് സോപ്പ് വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ തേയിലപ്പൊടി വെച്ച് നമ്മൾ കൈ ഒന്ന് ഈ കാണിക്കുന്ന പോലെ തന്നെ കയ്യിൽ ആ രണ്ട് കയ്യിൽ അങ്ങോട്ടൊന്ന് തൂത്ത് പിടിപ്പിക്കുക. കൈയുടെ അകവും പുറവും എല്ലാം ഒന്ന് തൂത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. സോപ്പിൻ്റെ ഒരാവശ്യമേ വരത്തില്ല. ആ ഒരു സ്മെല്ല് ഫുള്ളും നല്ലപോലെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ കുറച്ച് ചോറ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചോറാണ് കേട്ടോ. മിച്ചം വന്ന ചോറ് ഫ്രിഡ്ജിൽ വെക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ എടുത്തിട്ട് പിറ്റേ ദിവസമാണെങ്കിലും നമ്മളിത് തിളപ്പിച്ച് വടിച്ചൊക്കെ കഴിക്കാറുണ്ടല്ലേ. ഇങ്ങനെ ആരും കഴിക്കരുത്. കാര്യം ഈ ചോറിലൊരു ഒട്ടൽ പോലെയുണ്ട്, ഒരു വഴുവഴുപ്പ് പോലെ. അത് ഇതിൻ്റെ പൂപ്പലാണ് കേട്ടോ. ഈ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ചോറിങ്ങനെ പൂപ്പൽ പോലെയാണ് ഇരിക്കുന്നത്. പൂപ്പൽ എന്ന് പറയുമ്പോൾ ഒരു വഴുവഴുപ്പ്, ഒരു വെള്ളമയം പോലെ ഈ ചോറിരിക്കും. നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചോറൊക്കെ ഉണ്ടെങ്കിൽ അധികം ആരും കഴിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ വയറിന് അതൊരു പ്രശ്നമായിട്ട് മാറും കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ കഴിക്കുന്നവർ, ഈ തലേന്നൊക്കെ വെച്ചിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രമുള്ള ചോറ് മാത്രം വെക്കുക. അപ്പം മിച്ചം വരത്തില്ലല്ലോ. അതും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഒരു പാത്രത്തിൽ ഞാൻ ഒരു 2 ടീസ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഗ്രാമ്പും ഈ തേയിലപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3/4 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് അടുത്ത് വെള്ളം എടുക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ 3/4 ഗ്ലാസ് അടുത്താണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് 1/2 ഗ്ലാസ് ആയി കിട്ടണം. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഗ്രാമ്പും ഈ തേയിലയും കൂടെ കിടന്ന് നല്ലപോലെ വെന്തിറങ്ങി അതിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിൽ കിട്ടണം. അതിനുശേഷം ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അത് അടുപ്പത്തിൽ നിന്ന് തിളക്കട്ടെ. ആ ബൗളിലേക്ക് ഞാൻ എടുക്കുന്നത് ഹെന്ന പൗഡറാണ്. ഈ ഹെന്ന പൗഡർ ഇത് നമുക്ക് ആവശ്യമുള്ള സൈസ് എത്ര എടുക്കാം. ഇത് നമ്മുടെ നരച്ച മുടി ഹെന്ന ചെയ്യുന്ന ആൾക്കാർ കാണും. ആ ഹെന്ന ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്. ഇപ്പോൾ ഹെന്ന നമ്മൾ ചുമ്മാ മൈലാഞ്ചി ഇങ്ങനെ പൊടി കലക്കി തലയിൽ തേക്കല്ല ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ആരും ചെയ്യരുത്. ഹെന്ന ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് മുടി നരച്ചവരൊക്കെ ചെയ്യുന്ന ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ആൾക്കാർക്ക് ഹെന്ന ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം. ഏകദേശം അവരൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണിത് കേട്ടോ. അപ്പം നമുക്ക് ഈ വെള്ളം തിളപ്പിച്ച് ഈ തേയിലയും ഗ്രാമ്പും ഇട്ട വെള്ളം നല്ലപോലെ തിളച്ചിട്ട് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അതിന് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ 2 ടീസ്പൂണുള്ള ഹെന്ന പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ അരിക്കൊക്കെ ഒഴിച്ചു കൊടുക്കരുത്. അതിൻ്റെയൊക്കെ ഈ തേയിലപ്പൊടിയുടെ പൊടിയൊക്കെ നമ്മുടെ തലയോട്ടിലെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുക. അതുകൊണ്ട് ഒന്ന് അരിച്ച് വേണം നിങ്ങളത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. കാര്യം നമ്മുടെ തലയിൽ തേക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇതൊന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. അല്ല കട്ടിക്കെടുക്കരുത്. പിന്നെ ഇത് 2 ഉപയോഗമുണ്ട്. നമുക്ക് കൈ മൈലാഞ്ചി ഇടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ പോലും ആ മൈലാഞ്ചി നല്ല ചുമപ്പാകും കേട്ടോ. കറുത്ത ചുമപ്പില്ലേ, അത് നമ്മുടെ കയ്യിൽ ആകും. നമുക്ക് കയ്യിൽ മൈലാഞ്ചി ആയിട്ട് വിടാം, തലയിൽ എണ്ണയായിട്ട് ചെയ്യാവുന്നതുള്ള അടിപൊളി ഒരു സൂത്രമാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ തലയിലേക്കാണ് യൂസ് ചെയ്യുന്നത്. കാണുക, നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഡൈ ചെയ്യുന്ന ആൾക്കാരെല്ലായിടത്തും കാണുമല്ലോ. അപ്പോൾ ഡൈ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ മൈലാഞ്ചി തലയിൽ പുരട്ടിയാൽ മാത്രമേ നമ്മുടെ മുടിയിൽ ഈ ഡൈ പിടിക്കത്തുള്ളൂ. അതായത് ഡൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യുന്ന ഡൈ മാത്രം ഉപയോഗിക്കാവുള്ളൂ. അതിപ്പം അത് വീട്ടിലുണ്ടാക്കി നീലയമരിപ്പൊടി തലയിൽ തേക്കുന്നവർക്ക്, ഒരു കാത്താ പൗഡർ എന്നുണ്ട്, അത് തലയിൽ തേക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലേ അത് നമ്മുടെ മുടി കറുത്ത് വരത്തുള്ളൂ. അപ്പോൾ ഈ ഹെന്ന ചെയ്താൽ മാത്രമേ കൂടുതൽ നല്ലപോലെ നരച്ച മുടി കറുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിത് ചുമ്മാ മൈലാഞ്ചി പൊടി ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. മുടി അധികം നരച്ചിട്ടൊന്നുമില്ല, എന്നാലും
ഇടയ്ക്കിടയ്ക്ക് ചെറിയ നരയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് കണ്ട് എൻ്റെ കയ്യിലൊന്ന് തൂത്ത് കൊടുത്തപ്പോൾ ഈ ഒരു ചുവപ്പ് വന്നില്ലേ, പക്ഷേ തലമുടിയിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് കഴുകി നോക്കൂ, നല്ല റിസൾട്ടാണ്. ആ ഒരു ചെമ്പിച്ച കളറല്ല വരുന്നത്, നല്ല കട്ട കറുത്തത് പോലത്തുള്ള ചുവപ്പാണ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ മുടിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹെന്ന ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയെല്ലാം ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാല പുരട്ടുന്ന കൂട്ടത്തിൽ ഇതിൽ വെള്ളമയൊന്നും ആക്കാത്ത രീതി, അതായത് മസാല ഒക്കെ ഒത്തിരി ആയിക്കഴിയുമ്പോൾ നമ്മൾ ചിലർ വെള്ളം ഒഴിക്കും ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അതിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട്. പക്ഷേ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം മാത്രം മിക്സ് ചെയ്ത് നല്ലപോലെ ആ മസാല എല്ലാം പുരട്ടി മീനിൽ വെക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഈ മസാലയൊക്കെ പുരട്ടി വെക്കാനാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് അടച്ച് ഫ്രീസറിൽ വെക്കുക. ഇത് എത്ര ദിവസം ഇരുന്നാലും ചള്ളായി പോകത്തില്ല. കാര്യം വെള്ളമയം ഇല്ലാത്തത് കാരണം ഓയിലല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും. പിന്നെ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും തലവേദന പിടിച്ച കേസ് കേട്ടാണ് ഈ പാത്രം കഴുകൽ. എന്തോരം പാത്രം ഇനി ഉണ്ടെങ്കിലും നമുക്ക് നിഷ്പ്രയാസം കഴുകിയെടുക്കാൻ പറ്റി കറ പിടിച്ച പാത്രങ്ങൾ. ചില ഈ വെള്ള കളറിലെ പ്ലേറ്റുകളിലൊക്കെ കറ പിടിക്കും, മഞ്ഞൾ കറ ഇത് പിടിക്കും. അതൊക്കെ പോകാനൊക്കെ ഉള്ള അടിപൊളി ഒരു സൂത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, എണ്ണമയം അതുപോലെ നെയ്യ് പോലെ, ചിലപ്പോൾ ഈ നെയ്യ് പോലെ ഉണങ്ങിയിരിക്കുക ബീഫിൻ്റെ ഒക്കെ, അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ പാത്രം ഒന്ന് നമുക്ക് ആ വേസ്റ്റ് എല്ലാം ഒന്ന് ആദ്യമേ കളഞ്ഞിരിക്കണം. നമ്മൾ കഴുകുന്നതിന് മുമ്പ് വേസ്റ്റ് എല്ലാം കളഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ കഴുകേണ്ട രീതി ഞാൻ കാണിച്ചിട്ട്, സോപ്പ് വേണ്ട, ഡിഷ് വാഷ് വേണ്ട, ഇതൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ആ കറയെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റും. അതിനായിട്ട് വലിയൊരു പാത്രമാണ് ഇവിടെ എടുത്ത് വെച്ചത്, ഒരു ഡിഷാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു നാരങ്ങാനീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. നിങ്ങൾക്ക് നാരങ്ങാനീരില്ലെങ്കിൽ വിനാഗിരി എടുക്കാം, ഒരു 1/4 കപ്പ് വിനാഗിരി എടുക്കാം. ഇപ്പം ഞാൻ നാരങ്ങാനീരാണ് പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത്. 1.5 നാരങ്ങാനീര് ഞാൻ ഇവിടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നല്ല നീരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം, 1-2 ടീസ്പൂൺ, പാത്രം എത്രയുണ്ടോ അതിനനുസരിച്ച് ഇതെല്ലാം കൂട്ടിയെടുക്കണേ. ഇപ്പോൾ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളം ആണെങ്കിലും എടുക്കാം. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ വെള്ള കളറിലുള്ള ഡിസൈനുള്ള പാത്രങ്ങൾ, അതുപോലെ നമ്മുടെ ഈ പാത്രം ഫൈബറിൻ്റെ പാത്രം മാത്രമല്ല, നമ്മൾ ചില്ല് പാത്രങ്ങളില്ലേ, ചെറിയ പാത്രങ്ങൾ, പിന്നെ ബൗളാണെങ്കിൽ എന്ത് വേണേലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാത്രം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ പാത്രം അതിലേക്ക് ആ വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ പാത്രത്തിലല്ല, ഇതുപോലത്തെ പ്ലേറ്റുകളാണ് കേട്ടോ. ഈ പ്ലേറ്റുകൾ മാത്രമല്ല, എല്ലാ പാത്രവും നിങ്ങൾക്ക് കറി വെക്കുന്ന ബൗളുകൾ, അതുപോലെ തന്നെ നമ്മുടെ കാസറോള്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതിനനുസരിച്ച് വെള്ളവും ഈ നാരങ്ങ നീരാണേലും വിനാഗിരി ആണേലും എല്ലാം കൂട്ടിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് സോപ്പൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ആ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിലേക്കൊന്ന് ഇച്ചിരി നേരം ഒന്ന് മുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എണ്ണമയം, അതുപോലെ തന്നെ ആ മഞ്ഞ കറ പിടിച്ച് എല്ലാം പോകുന്നതാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നിഷ്പ്രയാസം ഇത് കഴുകിയെടുക്കാൻ നല്ല റിസൾട്ടാണ്. അപ്പോൾ സോപ്പും ഡിഷ് വാഷും ഒന്നും വീട്ടിലില്ലെങ്കിൽ, അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. ഈ വിനാഗിരിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒക്കെ അഴുക്കൊക്കെ നല്ല കളയുന്നത്, അതുപോലെ കറ പിടിച്ച പാത്രങ്ങളെല്ലാം വെട്ടി വെളുപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പാൽ പോലെ വെട്ടിത്തിളങ്ങും, അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ്. പിന്നെ സോപ്പ് ഉപയോഗിക്കുന്നേ ഇല്ല, പകരം ആ നാരങ്ങയുടെ തൊണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം. കണ്ടില്ല, ഇപ്പം തന്നെ അതിൻ്റെ അകത്ത് ആ അഴുക്കും ആ വഴുവഴുപ്പും ആ എണ്ണമയവും ഇതെല്ലാം പോയിട്ടുണ്ട്. ആ മഞ്ഞ കളർ ചെയ്യുന്ന പാത്രമൊക്കെ നല്ലപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഈ ഒരു വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ ആ അഴുക്കെല്ലാം ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ ആ തൊണ്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്, നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിൻ്റെ പുറം ഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല മഞ്ഞ കളറൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ലപോലെ വെളുത്ത് നല്ല വെള്ളയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ്, അല്ലാതെ വെളിയിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് കാശ് മുടക്കിയൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ഈ വിനാഗിരിയും ബേക്കിംഗ് സോഡ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉള്ളതായത് കാരണം നിങ്ങൾക്ക് ഇത് ഒറ്റ പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ആ നാരങ്ങ തൊണ്ട് കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പാത്രം ഒന്ന് കണ്ടു നോക്കും. ഞാൻ ഒന്ന് കഴുകിക്കൊണ്ട് വരാം. കഴുകി കഴിഞ്ഞാൽ പാത്രം ഒന്ന് കണ്ടു നോക്കിയാൽ ആ ഒരു കളർ, ആ മഞ്ഞ കളർ എല്ലാം പോയിട്ടുണ്ട്, കറയെല്ലാം പോയിട്ടുണ്ട്. എണ്ണമയത്തിൻ്റെ ഒരു ഇതുമില്ല കേട്ടോ. സോപ്പ് തേച്ചാൽ മാത്രം പോകുന്ന എണ്ണക്കറയൊക്കെ ഇത് കണ്ടില്ല, ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഇവിടെ നല്ലപോലെ കളറൊക്കെ പോയിട്ടുണ്ട്. പാത്രം ഇവിടെ നല്ല വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.